മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി വന്ന സാഹചര്യത്തിൽ തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് സർവകക്ഷി യോഗം വിളിച്ചുയർത്തത്. കേരള നിയമസഭ പാസാക്കിയ ഡാം സുരക്ഷാ നിയമം റദ്ദാക്കുകയും ഡാമിന്റെ ജലനിരപ്പ് 140 അടിയായി ഉയർത്താൻ അനുമതി നൽകുകയും ചെയ്യുന്നതായിരുന്നു കോടതി വിധി. ഈ സാഹചര്യത്തിലെ നിയമപരമായ സാധ്യതകൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കാൻ ഇന്നത്തെ യോഗത്തിൽ ധാരണയായി. നമുക്ക് റിവ്യൂ പെറ്റീഷൻ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ്, നിയമപരമായിട്ടൊരു വാതിലാണ്. അത് ഉപയോഗിക്കും. അതോടൊപ്പം പുതിയ സാധ്യതകൾ, ഇപ്പം ലാർജർ ബെഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, കുറേ പെറ്റീഷനുള്ള സാധ്യതകൾ അത് നോക്കണം. കേസിലെ സംസ്ഥാനത്തിന്റെ അഭിഭാഷകനായ ഹരീഷ് സാൽവെ വിദേശത്ത് നിന്ന് എത്തിയ ശേഷം ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിക്കും. പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു സജീവമായ പ്രവർത്തനം ആ പ്രദേശത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം എന്ന നിർദ്ദേശം മുമ്പോട്ട് വന്നിട്ടുണ്ട്. ജലനിരപ്പ് ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ച് അവ ഉയർത്തിക്കൊണ്ടുവരണമെന്നും യോഗത്തിൽ നിർദ്ദേശം വന്നു. മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന നിർദ്ദേശം സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രശ്നത്തെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കി മാറ്റാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, KM മാണി, PJ ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.